പറിക്ക് നോക്കിയിരിക്കാതെ ഞങ്ങൾ ലൂവിക്ക പറിക്കാൻ പോവാണ്. ഒരു കൈക്ക് കൊമ്പ് പിടിച്ചു, ഒരു കൈക്ക് പാത്രം പിടിച്ചു. പറിക്കാൻ കൈയില്ല. ഞാൻ പിടിച്ചുതരാം. വേണ്ട, പഴുത്തതിനെ മാത്രം നോക്കി പറിക്കാൻ നമുക്ക്. ഇത് ഞങ്ങളുടെ ലൂവിക്ക മരമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ലൂവിക്ക എന്നൊക്കെയാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ലൂബി, ലൗലോലിക്ക, ശീമനെല്ലിക്ക എന്നിങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. സൂര്യപ്രകാശം അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണ്ട ഒരു പ്ലാന്റാണിത്. എന്നാൽ മാത്രമേ നിറയെ കായ്കൾ ഉണ്ടാകുകയുള്ളൂ. പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റെഡ് കളറാണ്. അപ്പോൾ ചെറിയ ഒരു പുളിപ്പും അതുപോലെ തന്നെ മധുരവും കലർന്നൊരു രുചിയാണ്. അപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ ഞെക്കി കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കും. അതിനുശേഷം കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള അതിൻ്റെ സത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഒരു പഴത്തിൽ ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ അയൺ അടങ്ങിയിട്ടുണ്ട്. അയണിൻ്റെ കുറവുള്ളവർക്കെല്ലാം ഇത് കഴിക്കുമ്പോൾ ആ അയൺ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽസ്യം, വൈറ്റമിൻ ബി, മഗ്നീഷ്യം എന്നിവയെല്ലാം ധാരാളമായിട്ട് ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു വൃക്ഷമാണിത്. നമ്മൾ ഇതുപോലുള്ള ഫലവൃക്ഷ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് കുറേ ചിലവ് ചുരുക്കാൻ സാധിക്കും. കാര്യം ഒരു വർഷത്തേക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള വിവിധ രീതിയിൽ ഉപയോഗിക്കാൻ ആവശ്യത്തിനുള്ള പഴങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കും. നമുക്ക് ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കാം, അതുപോലെ വൈൻ ഉണ്ടാക്കി വയ്ക്കാം, ഉപ്പിലിട്ട് വയ്ക്കാം. അങ്ങനെയെല്ലാം നമുക്ക് വിവിധ രീതിയിൽ ഇത് നമുക്ക് വിൽപ്പന നടത്താനും തീർച്ചയായിട്ടും സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഒരു ചെറിയൊരു വരുമാനം കണ്ടെത്താനും സാധിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന വഴിക്ക് ലൂവിയും കാരക്കയൊക്കെ ഉള്ള വീടുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ നമുക്ക് തരും. പുതിയ തലമുറയിൽ പൊതുവേ ജങ്ക് ഫുഡ്സാണ് ഇപ്പോൾ കുട്ടികളൊക്കെ വാങ്ങി കഴിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ നാടൻ പഴങ്ങളും അവർക്ക് ലഭ്യമാകുന്ന വിധത്തിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത്രയും പറിച്ച് നിർത്തി. ഇത് നമ്മൾ വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ നമുക്ക് ഇത് കഴുകി വെള്ളം ഒക്കെ വൈന് പോകാൻ വെച്ചിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം. ലൂവിക്ക കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഞെട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇതൊരു 600 ഗ്രാം ലൂവിക്കയുണ്ട്. അപ്പോൾ 600 ഗ്രാം നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. 600 മില്ലി വാട്ടറാണ്. നമുക്ക് ലൂവിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ലൂവിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. 21 ദിവസം ആകുമ്പോൾ നമുക്ക് വൈൻ ഈ ലൂവിക്കയിൽ നമുക്ക് അരിച്ചു മാറ്റി വേറൊരു കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഞാൻ വൈൻ ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് കുപ്പി അധികം വലുതായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് വലിപ്പമുള്ള കുപ്പി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ലൂവി ഇല്ലാത്ത ആൾക്കാർക്ക് ലൂവി ഭയങ്കര താല്പര്യമുള്ള ഒരു സാധനം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളോട് പലരും ഇതിൻ്റെ വിത്ത് ചോദിച്ചപ്പോൾ നമ്മൾ വിത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല. ഈ തവണ ഇപ്പോൾ നിറച്ചുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ താഴെ മുഴുവനും കിളുത്തു വന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇപ്പോൾ ഇതിൽ നിന്ന് നല്ല പഴുത്തത് നോക്കി പറിച്ചെടുത്തിട്ട് അത് ആവശ്യക്കാർക്ക് വിത്തായിട്ട് ശേഖരിച്ച് നമ്മൾ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീഡിയോ വന്നതിന് ശേഷം അധികം ദിവസം വൈകിട്ട് ചോദിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വിത്ത് ആവശ്യമുള്ളവർ യൂട്യൂബിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ലൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ കുരു കിളിപ്പിച്ച് മുളച്ച തൈയാണ്. 3-ാം കൊല്ലം ഇത് കാച്ചു. അതുപോലെ തന്നെ ഇതുമേ വലിയ ഒരുപാട് പൊക്കത്തിൽ പോയപ്പോൾ ഞാൻ തല കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ പൊട്ടിക്കാം. ഒരു സ്റ്റൂൾ ഇട്ടാലും നമുക്ക് പൊട്ടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വെച്ചാലും നമുക്കിത് അത്യാവശ്യമൊക്കെ പൊട്ടിച്ചെടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു പണി ചെയ്യണം, ഒരു തോണ്ടി കഴിഞ്ഞാൽ താഴെ വീഴും. അപ്പോൾ പറക്കിയെടുത്ത് കഴുകിയെടുത്താൽ മതി. ഇത് ഒത്തിരി ലൂവിക്ക ശരിക്കും പഴുക്കുമ്പോഴേക്കും താഴെ വീണ് പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പറിച്ചെടുക്കാമെന്ന് വയ്ക്കുന്നത്. നമുക്കിത് വൈൻ കെട്ടാം, അതുപോലെ കഴുകി ഇതിൻ്റെ ഇതൊക്കെ പൊടിച്ച് കാട്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്ക് വെറുതെ തിളപ്പിച്ചാറ്റിയ വെള്ളവും കുറച്ച് ഉപ്പും കൂടിയിട്ട് വെച്ചാൽ നമുക്കത് ഒരു 4-5 എണ്ണം ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് പാകപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെടുത്തിട്ട്
ഒരു മിക്സിയിൽ സ്വല്പം മുളക് പൊടി ഇടുക, ഇത്തിരി ഉപ്പിടുക, ഉള്ളി ഇടുക. ഇത്രയും സാധനങ്ങൾ. ഉപ്പ് കാര്യമായിട്ട് ഇടണ്ട, കാരണം മറ്റേ ലൂവിക്കയ്ക്ക് ഉപ്പുണ്ടാവും. അപ്പോൾ അതിനന്ന് ഇത്തിരി വെള്ളം കൂടി എടുത്താലും മതി. എന്നിട്ടിതും ചെറിയ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിടുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മുറി തേങ്ങയുടെ പാല്, നല്ല പാലിടുക, തലപ്പാൽ മാത്രം. അതെടുത്ത് മിക്സ് ചെയ്തിട്ട് ഇതുമായി ചേർത്ത് കറി ഉണ്ടാക്കിയ സൂപ്പർ സംഭവം. നമുക്ക് ഗ്രേവി ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. നല്ലൊരു പുളി ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് വരെ ഇഷ്ടമാണ് കഴിക്കാനൊക്കെ. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. അതുണ്ടാക്കി കൊടുത്താൽ എന്തോരം. പിന്നെ ചോറ് കഴിക്കണതിന് ഒരു കുഴപ്പമില്ല, മടിയൊന്നുമില്ല. ലൂവിയുടെ തൈ മുളപ്പിച്ചതിന് ശേഷം നമ്മൾ പറിച്ച് നടുന്ന അവസരത്തിൽ അടിവളമായിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ നമുക്ക് നൽകാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ലഭ്യത അനുസരിച്ച് ചെയ്യുക. അത്യാവശ്യം വളക്കൂറൊക്കെയുള്ള മണ്ണാണെങ്കിൽ ഇതിന് കാര്യമായ പരിചരണവും വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. നന്നായിട്ട് തന്നെ കായ്കളുണ്ടാകും. എൻ്റെ അർത്തുങ്കല വീട്ടിൽ ഇത് ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ അതിനാകപ്പാടെ നമ്മൾ ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ വേറെ ഒരു വളവും അതിന് ചെയ്യാറില്ല. നിറയെ കായ്കളുണ്ടാകും. നല്ല സൂര്യപ്രകാശം വേണമെന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെ പാത്രം കഴുകുന്നത് ലൂവിയുടെ ചുവട്ടി വെച്ചിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ചാരവും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും അങ്ങനെയുള്ള എല്ലാം അവിടെ വീഴുമല്ലോ. അതുതന്നെ മതി ഇതിന് നന്നായിട്ട് വളരാനായിട്ട്. എൻ്റെ അർത്തുങ്കല വീട്ടിൽ ഇത് ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ അതിനാകപ്പാടെ നമ്മൾ ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ വേറെ ഒരു വളവും അതിന് ചെയ്യാറില്ല. നിറയെ കായ്കളുണ്ടാകും. നല്ല സൂര്യപ്രകാശം വേണമെന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെ പാത്രം കഴുകുന്നത് ലൂവിയുടെ ചുവട്ടി വെച്ചിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ചാരവും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും അങ്ങനെയുള്ള എല്ലാം അവിടെ വീഴുമല്ലോ. അതുതന്നെ മതി ഇതിന് നന്നായിട്ട് വളരാനായിട്ട്. കൃഷിലോകത്തിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൃഷിലോകം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ കൃഷി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.